സാറേ, എനിക്കൊരു കത്തുണ്ടായിരുന്നു. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ വീട്ടുപടിക്കൽ ഒരു സന്തോഷവാർത്തയോ ആശ്വാസവാക്കോ കാത്തുനിന്നവരുടെ മുന്നിലേക്ക് നടന്നെത്തിയ ആ പഴയ തപാൽക്കാലത്തിന്റെ ഓർമ്മകൾ. 32 വർഷങ്ങൾ, നിരവധി കത്തുകൾ, ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും അറിഞ്ഞുള്ള നീണ്ട സേവനം. ഇന്ന് അഞ്ചലോട്ടത്തിൽ നമ്മോടൊപ്പമുള്ളത് 32 വർഷത്തെ സേവനത്തിന് ശേഷം തലപ്പുഴ പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിച്ച രാമചന്ദ്രനാണ്. താൻ ചെയ്ത ജോലിയെ അത്രമേൽ സ്നേഹിക്കുമ്പോഴും വിശ്രമജീവിതത്തിന്റെ ഘട്ടത്തിൽ പോസ്റ്റ്മാൻമാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കുകയാണ് രാമചന്ദ്രൻ. നമുക്ക് കേൾക്കാം. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റിലിയുടെ അഞ്ചലോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് രാമേന്ദ്രൻ. ഞാൻ തലപ്പുഴ പോസ്റ്റ് ഓഫീസിലായിരുന്നു റിട്ടയർമെന്റ് ആവുന്നത് വരെ വർക്ക് ചെയ്തത്. എനിക്ക് 32 വർഷത്തെ സർവീസ് ഉണ്ട്. സ്വദേശം എവിടെയാണ്? ഇവിടെ തന്നെയാണ്, വയനാട് തന്നെയാണ്. പുതുശ്ശേരി ആയിരുന്നു എന്റെ വീട്. അവിടുന്ന് 10 വർഷം ഞാൻ മെയിൽ കാരിയർ ആയിരുന്നു. 1 വർഷം ഏറ്റവും പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു. 21 വർഷം തലപ്പുഴ പോസ്റ്റ് ഓഫീസിലും പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു. ED പോസ്റ്റ്മാനായിരുന്നു. രാമേന്ദ്രേട്ടൻ ഇത് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ഒരു ജോലിയാണോ അതോ ആ സമയത്ത് ഒരു തൊഴിൽ എന്ന രീതിയിൽ എത്തിപ്പെട്ടതാണോ? അല്ല, ഞാൻ കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അന്ന്. യാദൃശ്ചികമായി ഇങ്ങനെ വന്നതാണ്. പിന്നെ അതിലെ തുടർന്നു പോയി. 32 വർഷം ജോലി ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതെ, 32 വർഷം. പരിചയമുള്ള സ്ഥലത്താണോ ജോലി ചെയ്തിരുന്നത്? എല്ലാ വീടുകളും അവിടുത്തെ ആളുകളെയൊക്കെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, എല്ലാവരെയും ജോലി സംബന്ധമായി പരിചയപ്പെട്ടതാണ് പിന്നീട്. നമുക്കതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ നമ്മളെ പരിചയപ്പെടുത്തി തരും കുറച്ച് ദിവസം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് അങ്ങനെ പഠിച്ചതാണ്. ഏരിയ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാ ചെയ്യുക. സംതൃപ്തനായിരുന്നോ ഈ 32 വർഷത്തെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ജീവിതത്തില്, ജോലിയിൽ? സംതൃപ്തി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സംതൃപ്തനല്ല. കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അത്ര നല്ല ഒരു എന്താ പറയാ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നില്ല. പിന്നെ ജോലിയിലൊക്കെ സംതൃപ്തിയാണ്. ജനങ്ങളൊക്കെ ആയിട്ടുള്ള പരിചയവും ബന്ധങ്ങളും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ല ഇതായിരുന്നു. റിട്ടയർമെന്റ് ഒക്കെ ആയതിനു ശേഷം ഞങ്ങളിപ്പോ 65 വയസ്സിലാണ് റിട്ടയർമെന്റ് ആവുന്നത്. 65 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മറ്റു തരത്തിൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് മറ്റു ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ ED ജീവനക്കാർ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. 65 വയസ്സ് കഴിഞ്ഞ ഒരാള് പിന്നെയും ജീവിക്കണമെങ്കിൽ അധ്വാനിക്കണം എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ മേഖലയിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ED മേഖലയിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള ആളുകൾക്കും വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടാർജറ്റുകൾ വല്ലാതെ അടിച്ചേൽപ്പിക്കുന്നു. ശരിക്കും ചില മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഉണ്ട്. ലീവ് ചോദിച്ചാൽ അനുവദിക്കാതിരിക്കുക. ലീവ് അവകാശമല്ല എന്നാണ് പറയുന്നത്. അത് കൂടാതെ സ്ത്രീകളാണ് ഇപ്പൊ ആ രംഗത്ത് കൂടുതലായിട്ട് വരുന്നത്. ഭയം കൊണ്ടാണ് സത്യത്തിൽ ആരും ഒന്നും പറയാത്തത്. നടപടിക്രമങ്ങളൊക്കെ കുറച്ച് കർക്കശമാണ്. അങ്ങനെയുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ പെൻഷനൊന്നുമില്ല. അപ്പോ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് 2014 മുതൽ പെൻഷൻ തരാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ പിടിച്ചതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് പിരിയുമ്പോ ആ പൈസയൊക്കെ മടക്കി തരിക ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നിച്ചൊരു ചെറിയ എമൗണ്ട് തരികയാണ് ചെയ്തത് അല്ലേ? ഒന്നിച്ച് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് 2 പ്രാവശ്യമായിട്ടൊക്കെ തരിക. ഒരുമിച്ചൊന്നും കിട്ടില്ല, അടുത്തടുത്തായിട്ട് തരും. അത് ചെറിയൊരു പൈസയേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്ന തപാൽ വകുപ്പിൽ മാത്രമാണ് തോന്നുന്നു ഇങ്ങനെ 2 വിഭാഗം ജീവനക്കാരാണ്. ED ജീവനക്കാരും ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരും. രണ്ടുപേരും ചെയ്യുന്ന ഒരു ജോലി തന്നെയല്ലേ. അപ്പോ അത് ഒരു വലിയൊരു അപാകതയായിട്ട് തോന്നുന്നു. തപാൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഇപ്പോ ആളുകൾ പറയും പണിയൊന്നുമില്ല. പക്ഷെ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 50 പൈസക്ക് ഒരു മേൽവിലാസം എഴുതിയ കാർഡ് ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിക്കുന്ന ഒരവസ്ഥയല്ലേ. അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ ഒരുപാട് സാമ്പത്തിക കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്. സാധാരണക്കാരനായ ആളുകൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളം പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഒരു പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ
ഉള്ളത് കൊണ്ട് പൊതുജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ ജീവനക്കാരെയൊക്കെ ഒന്ന് വിശ്വാസത്തിലെടുത്ത് കൊണ്ട് നടന്നാൽ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇവിടെ തന്നെ ഇപ്പോ ഞങ്ങള് തലശ്ശേരി പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ് മാനന്തവാടി സബ് ഡിവിഷൻ ഉള്ളത്. 5 സബ് പോസ്റ്റ് ഓഫീസുകളാണ്, 50ഓളം ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇതാണ്. ഇ ഡി പോസ്റ്റ്മാൻമാര് ശരിക്കും പറഞ്ഞാൽ ഇഡിക്കാര് നന്നായിട്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, കുറെ കാര്യങ്ങൾ ഇപ്പൊ ടാർഗറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ജോലിയിൽ ഉണ്ടായിരുന്നപ്പോഴേ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയോ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ലേ? പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഫലവത്തായ രീതിയിലല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും കൂടി ഒരു യൂണിയൻ ആയിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്കത് പറയാൻ പറ്റാത്ത അവസരങ്ങൾ കുറവായിരുന്നു പൊതുവെ. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കാര്യങ്ങള് പിന്നെ പറയാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാഫിനെ ഞങ്ങളെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവിനെ പിരിച്ചുവിട്ടിരിക്കുക ഈ യൂണിയൻ പ്രവർത്തനം കൊണ്ട്. അദ്ദേഹം പിരിയാനാകെ 6 മാസമോ 1 വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ശരിക്കും ഗവൺമെന്റ് പല കാര്യങ്ങളും അറിയുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നത്. പോസ്റ്റൽ ബോർഡാണ് ഇതിന്റെ എല്ലാം കാരണക്കാരെന്ന് എനിക്ക് തോന്നുന്നു. ഗവൺമെന്റ് പല കാര്യങ്ങളും അറിയുന്നില്ല. പീഡിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 3 വ്യക്തികളെ ഞങ്ങൾക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗ് ആയിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ബോണസ് അനുവദിച്ചത്. പിന്നീട് വടകര MP ആയിരുന്ന ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്ന സമയത്താണ് അല്പം വേതന വർധനമൊക്കെ കിട്ടിയത്. അവസാനം ഉണ്ടായിരുന്നത് സുഷമ സ്വരാജ് ആയിരുന്നു ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്നേ. അതിന് ശേഷം അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കമ്മീഷനുകളൊക്കെ വന്നിരുന്നു ഞങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ പരിഷ്കരിക്കുന്നതിനെ കുറിച്ച്. പക്ഷെ അനുഭവത്തില് ദോഷകരമായ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയും ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സ്ഥിതി. അപ്പം ഇനി ഭാവിയിലേക്കെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലോ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അവതരിപ്പിച്ച ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊന്നും നമുക്ക് അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് പോസ്റ്റൽ ബോർഡ് തന്നെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ ഗവൺമെന്റ് ഇപ്പൊ നമുക്ക് വയനാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റൽ ഡിവിഷൻ ഇല്ല. മാനന്തവാടിയിൽ നിന്ന് തലപ്പുഴയ്ക്ക് അയക്കുന്ന ഒരു കത്ത് കോഴിക്കോട് സ്പീഡ് പോസ്റ്റ് ഹബിൽ ചെന്നിട്ട് പിന്നെ കണ്ണൂർ സ്പീഡ് പോസ്റ്റ് ചെന്നിട്ടാണ് തലപ്പുഴയ്ക്ക് വരുന്നത്. ശരി, നമുക്ക് വയനാട് ജില്ലയ്ക്ക് പോസ്റ്റൽ ഡിവിഷൻ ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. ഇപ്പോൾ അത് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. കൽപ്പറ്റ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും വന്നിട്ടുണ്ട്. അത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാമചന്ദ്രന്റെ സ്വന്തം അനുഭവങ്ങളൊന്ന് പറയാമോ? ഈ കത്തുമായിട്ട് പോയപ്പോഴുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ മാത്രമാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഈ അടുത്ത കാലത്ത് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായിരുന്ന ഒരു ഓഫീസ് എന്റെ ഏരിയയിലായിരുന്നു. അവിടെ മണി ഓർഡറൊക്കെ ആയിട്ട് പോകുമ്പോൾ ശരിക്കും നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു പലതവണ. അതുപോലെ തന്നെ മഴക്കാലത്ത് ആനകളുടെ ശല്യം ഒക്കെ ഉള്ള ഏരിയ ആയിരുന്നു. പിന്നെ കോവിഡ് കാലത്തൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ഞങ്ങൾക്ക് അവധിയോ ലീവോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പല വീടുകളിൽ ചെന്നാൽ ആ വീടുകളിലൊക്കെ കോവിഡ് ആയിരിക്കും. എനിക്ക് 2 തവണ കോവിഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ കത്തുകൾ കൊണ്ടു കൊടുത്തതിൽ തന്നെയായിരിക്കും അല്ലേ? ആയിരിക്കാം. പിന്നെ നോട്ട് നിരോധന സമയം മറക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ബാങ്കുകളെ പോലെ തന്നെ ഞങ്ങൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും ചെറിയ നോട്ടുകൾ വിതരണം ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഓഫീസുകാരെയൊക്കെ സഹായിക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു. മഴക്കാലത്തൊക്കെ പോകുമ്പോ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പൊ ഈ രാമേന്ദ്രേട്ടന്റെ തന്നെ തുടങ്ങിയ സമയത്തൊന്നും വാഹനത്തിലൂടെ ആയിരിക്കില്ലല്ലോ അല്ലെ? നടന്നായിരിക്കുമല്ലോ? ഞാൻ കുറച്ചുകാലം നടന്നായിരുന്നു, പിന്നെ സൈക്കിളായി. പിന്നെ അവസാനമായപ്പോ സ്കൂട്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മഴക്കാലത്തെ ഡ്യൂട്ടി ഫീൽഡ് സ്റ്റാഫിന് മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടാണ് മഴക്കാലം. അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ രാമേന്ദ്രേട്ടന്റെ ഏരിയയിൽ ഉണ്ടായിരുന്നു? അതെ അതെ, എല്ലാം വെള്ളം കയറുന്ന സ്ഥലങ്ങളും പുഴകളും പാലങ്ങളും ഒക്കെ കിടന്ന മരപ്പാലത്തിന്റെ മുകളിലൊക്കെയാണ് നമ്മൾ കിടന്നുകൊണ്ട്. നമ്മളെ ഒരു സ്റ്റാഫ് വെള്ളത്തിൽ വീണിട്ട് മണി ഓർഡറുകളും മറ്റ് ഉരുപ്പടികളൊക്കെ നനഞ്ഞു പോയതും നഷ്ടപ്പെട്ടു പോയതൊക്കെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതെ അല്ലേ? ഇങ്ങനെ ഈ പ്രതികൂല കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ വന്ന് എപ്പോഴെങ്കിലും സമയത്തിന് ഈ
രജിസ്ട്രേഷനുകൾ എത്തിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? കത്തുകളോ മണി ഓർഡറുകളോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്യും. അന്നുള്ള പണികളെല്ലാം അന്നൊന്ന് തീർക്കുമായിരുന്നു. അത് ഡിപ്പാർട്ട്മെന്റും നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാവരും അത് ചെയ്തിരിക്കണം. അതിന് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. വർക്കെല്ലാം വളരെ ശരിക്കും കേന്ദ്രത്തിന്റെ വർക്കുകളും കേരള വർക്കുകളും രണ്ടും രണ്ടാണ്. ഞങ്ങൾക്ക് പണി അന്നുള്ള പണി അന്ന് തീർത്തേ പറ്റൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ തീർന്നില്ലെങ്കിൽ ഇമെയിലും കാര്യങ്ങളൊക്കെ വരും രാവിലെ. എല്ലാം സമാധാനം പറയേണ്ടി വരും. കൃത്യമായ ലീവുകൾ വളരെ കുറവാണ്. ആകെ ഒരു വർഷം 16 ലീവേ ഉള്ളൂ. ഈ 32 വർഷത്തിനിടയ്ക്ക് 17 ലീവ് കഥ എനിക്കറിയില്ല. 16 ലീവേ തരുള്ളൂ. അതിൽ ചിലരൊക്കെ ഞായറാഴ്ചയും പോകും. കറക്റ്റായ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് വർഷമാണ് റിട്ടയർ ആയത്? ഞാനിപ്പം 11 മാസമേ ഉള്ളൂ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ മെയ് 15 റിട്ടയർ ആയത് അല്ലേ? ഇപ്പോ വിശ്രമ ജീവിതം എങ്ങനെ പോകുന്നു? മറ്റേതെങ്കിലും മേഖലകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കൃഷിപ്പണി, എനിക്ക് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്. കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. കുഴപ്പമില്ല. പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ജീവനക്കാര് എന്റെ സപ്പോർട്ടറായിട്ടുള്ള ആൾക്കാരുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അതെ അതെ. ലീവിന്റെ ഒരു പ്രശ്നത്തെ കുറിച്ച് രാമേന്ദ്രേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു സമയവും നമുക്ക് കുറവാണല്ലോ ലഭിക്കുക. അത് വളരെ കുറവാണ്. ഞങ്ങൾക്കൊരു കലണ്ടറുണ്ട്. അവധി നോക്കിയിട്ട് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കും എല്ലാ കാര്യങ്ങളും എന്തൊക്കെ എവിടെയൊക്കെ പോകണ്ട. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ പൂർണ്ണ സമയവും സപ്പോർട്ടുമായിട്ട് കുടുംബം ഉണ്ടായിരുന്നോ? കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ ഭാര്യ മ്യൂസിക് ടീച്ചറാണ്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടുവഴിയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി. 2 മക്കളാണുള്ളത്. കുട്ടികള് 2 പേരും IT മേഖലയിലാണ്. ഒരാള് ബാംഗ്ലൂരും ഒരാള് കൊച്ചിയിലെ ഏറെന്തെങ്കിലും വർക്ക് ചെയ്യും. അപ്പൊ 32 വർഷത്തെ ഈ സേവനം ജോലി ചെയ്തിരുന്ന സമയത്ത് പൂർണ്ണ സംതൃപ്തിയാണെങ്കിലും ഈ റിട്ടയർ ആയതിനു ശേഷം കൂടെയുള്ളവരൂടെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ കാണേണ്ടി വരുന്ന ഒരു മനപ്രയാസം ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് ജീവിച്ചു പോകാൻ. പക്ഷെ ഒരു മാർഗമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ഒരുപാട് ആളുകൾ. അത് ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്ത ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റിട്ടയർ ആവുന്ന ഏതാണ്ട് 2 ലക്ഷത്തോളം ജീവനക്കാരുണ്ട് ഇന്ത്യയിൽ ഈ മേഖലയിൽ. അപ്പോൾ അവരൊക്കെ റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ ഈ അനുഭവം ആയിരിക്കും തോന്നുന്നു. ഒരുപാട് സന്തോഷം. അപ്പോ പോസ്റ്റൽ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും സേവന കാലയളവിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചും രാമേന്ദ്രേട്ടൻ സംസാരിച്ചു. വിശ്രമ ജീവിതവും നല്ല രീതിയിൽ കൃഷിയിലാണെങ്കിലും കർമ്മമേഖലയിൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പോസ്റ്റൽ മേഖലയിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ട് ഇനി വരുന്ന ജീവനക്കാർക്കെങ്കിലും അതിന്റെ നേട്ടങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരുപാട് സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. കത്തുകളുടെ രൂപം മാറിയെങ്കിലും തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ മാറിയെങ്കിലും രാമചന്ദ്രനെ പോലുള്ള മനുഷ്യർ ഈ സമൂഹത്തിന് നൽകിയ സേവനം നമുക്ക് വിസ്മരിക്കാനാവില്ല. നീതിപൂർവമായ പരിഗണന വിശ്രമജീവിതത്തിലെത്തിയ പോസ്റ്റ്മാൻമാർക്കും ലഭിക്കേണ്ടതാണ്. ഇന്നത്തെ അഞ്ചലോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി.